സുഹൃത്തുക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 213 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ അലോയ്സിനോസ് ഗോൺസാഗയ്ക്ക് ശേഷം ഈ ആഴ്ച വിശുദ്ധ തോമസ് മൂറിനെ കുറിച്ചാണ്. ഇംഗ്ലണ്ടിലെ ലണ്ടനിലായിരുന്ന വിശുദ്ധ തോമസ് മൂർ ജനിച്ചത്. ഹെൻറി എട്ടാമന്റെ ചാൻസലർ പദവി വഹിച്ചിരുന്ന ആളായിരുന്നു വിശുദ്ധൻ. ഒരു പൊതുസേവകനെന്ന നിലയിൽ വിശുദ്ധന്റെ ജീവിതം മാനുഷിക അവബോധത്തിന്റെയും ക്രിസ്തീയ ജ്ഞാനത്തിന്റെയും ഒരു അസാധാരണ സങ്കലനമായിരുന്നു. ഒരു അൽമായ ഭരണാധികാരിക്ക് യേശുവിന്റെ തിരുസഭയിൽ യാതൊരു അധികാരവുമില്ല എന്ന വിശുദ്ധന്റെ നിലപാടിന് അദ്ദേഹത്തിന് സ്വന്തം ജീവനെ ബലികഴിക്കേണ്ടതായി വന്നു. പ്രസിദ്ധനായ വക്കീലും മാന്യനും 4 കുട്ടികളുടെ പിതാവുമായിരുന്ന വിശുദ്ധൻ ഇംഗ്ലണ്ടിലെ ചാൻസലർ ആയിരുന്നു. അഗാധമായ ആത്മീയതയുള്ളവരായിരുന്ന വിശുദ്ധൻ ആർഗോണിലെ കാതറിനെ വിവാഹമോചനം ചെയ്തുകൊണ്ട് ആനെ ബോളിനെ വിവാഹം ചെയ്യുവാനുള്ള ഹെൻറി രാജാവിന്റെ തീരുമാനത്തെ എതിർത്തു. മാത്രമല്ല, മാർപ്പാപ്പയെ നിഷേധിച്ചുകൊണ്ട് റോമിൽ നിന്ന് വേർപിരിഞ്ഞ് ഇംഗ്ലണ്ടിലെ സഭയുടെ പരമാധികാരിയാകാനുള്ള രാജാവിന്റെ ശ്രമങ്ങളെ വിശുദ്ധൻ അംഗീകരിച്ചുമില്ല. രാജദ്രോഹ കുറ്റത്തിന് വിശുദ്ധൻ ലണ്ടൻ ടവറിൽ വിചാരണ ചെയ്യപ്പെട്ടു. കുറ്റവിചാരണയിൽ തന്റെ മനസാക്ഷിക്കനുസരിച്ചുള്ള തന്റെ പ്രവൃത്തിയിൽ ക്രൈസ്തവ ലോകത്തെ സകല സമിതികളിലെയും പിന്തുണ തനിക്കുണ്ടെന്ന് തിരിച്ചറിയുന്നതായും വിശുദ്ധൻ പ്രഖ്യാപിച്ചു. ഒരു സുപ്രധാനിയായ നയതന്ത്രജ്ഞൻ, ഉപദേഷ്ടാവ് എന്ന നിലകളിൽ തിളങ്ങിയ വിശുദ്ധൻ യഥാർത്ഥ രാജഭക്തി രാജാവിന്റെ തീരുമാനങ്ങളെ അന്ധമായി സ്വീകരിക്കുന്നതല്ല എന്നറിഞ്ഞുകൊണ്ട് തന്റെ ധാർമ്മിക മൂല്യങ്ങളെ രാജാവിനെ പ്രീതിപ്പെടുത്തുവാനായി ബലി കഴിക്കുവാൻ തയ്യാറായില്ല. രാജാവായിരുന്ന ഹെൻറിക്ക് ഇത് വ്യക്തമായി അറിയാമായിരുന്നെങ്കിലും വിശുദ്ധനെ തന്റെ പക്ഷത്താക്കുവാൻ വ്യർത്ഥമായി ശ്രമിച്ചു. കാരണം തോമസ് മൂറിന്റെ അംഗീകാരത്തിന് അതിൻ്റെതായ വിലയുണ്ടെന്ന കാര്യവും അദ്ദേഹം ആരാരും ചോദ്യം ചെയ്യപ്പെടാത്ത വ്യക്തിത്വത്തിനുടമയായിരുന്നു എന്ന കാര്യവും രാജാവിന് അറിയാമായിരുന്നു. എന്നാൽ തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അംഗീകരിക്കാതെ വിശുദ്ധൻ തന്റെ ചാൻസലർ പദവിയിൽ നിന്നും രാജിവെച്ചപ്പോൾ രാജാവിന് എങ്ങനെയെങ്കിലും തോമസിനെ ഒഴിവാക്കേണ്ടതായി വന്നു. ഹെൻറി എട്ടാമന്റെ വിവാഹമോചനത്തിനും പുനർവിവാഹത്തിനും കൂടാതെ മാർപ്പാപ്പയെ നിരാകരിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലെ സഭാധികാരിയാകാനുള്ള ഹെൻറി എട്ടാമന്റെ ശ്രമങ്ങൾക്ക് അംഗീകാരം നൽകാത്തതിനും 1535 ജൂലൈ 6 ലണ്ടനിലെ ടവർ ഹില്ലിൽ വെച്ച് വിശുദ്ധനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. 400 വർഷങ്ങൾക്ക് ശേഷം 1935 വിശുദ്ധ തോമസ് മൂറിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. AD 2000 ജോൺ പോൾ II പാപ്പ വിശുദ്ധ തോമസ് മൂറിനെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മധ്യസ്ഥനായി നിർദ്ദേശിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ഒരാൾക്ക് അയാളുടെ ലക്ഷ്യത്തിനപ്പുറത്തേക്ക് വളരാൻ സാധ്യത കുറവാണ്. മരക്കൊമ്പ് ലക്ഷ്യം വെച്ച ആൾക്ക് ഒരിക്കലും മാനത്ത് എത്താൻ കഴിയില്ല. എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ തീരുമാനിച്ചവർ വളരെ വേഗത്തിൽ അവിടെ എത്തുകയും പിന്നീട് അതിൽ മതിമയങ്ങി ആയുസ് ചെലവഴിക്കുകയും ചെയ്യും. ലക്ഷ്യമില്ല എന്നതിനേക്കാൾ ഗുരുതരമാണ് ഗുണമില്ലാത്ത ലക്ഷ്യമുണ്ടാവുക എന്നത്. സമൂഹത്തിന്റെ അംഗീകാര മാനദണ്ഡങ്ങൾക്കനുസരിച്ചും അയൽക്കാരുമായുള്ള താരതമ്യ പഠനങ്ങൾക്കനുസരിച്ചും ലക്ഷ്യം നിശ്ചയിക്കുന്നവർ താൽക്കാലിക കയ്യടികൾക്ക് മുന്നിൽ സ്വയം കീഴടങ്ങുന്നവരാണ്. ആരുടെയും ലക്ഷ്യങ്ങൾ ഒരുപോലെ ആകില്ല. തൊഴിലായാലും ജീവിതത്തിലായാലും അസാധാരണമായ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആൾക്കൂട്ടം കൈയടിക്കും. ഈ ആരവങ്ങൾക്കിടയിൽ ആത്മപരിശോധന മറക്കുന്നവർ അവിടെ തന്നെ യാത്ര അവസാനിപ്പിക്കേണ്ടതായി വരും. പൂർത്തീകരിക്കുന്ന എല്ലാ പ്രവൃത്തികളും ലക്ഷ്യങ്ങളല്ല, പലതും ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പുള്ള ഇടത്താവളങ്ങളാണ്. ഏവർക്കും നന്ദി.